ഞാൻ ബറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. എന്താ വെളുപ്പാങ്കാലത്ത് പത്രത്തിൽ നിന്ന് ഫലം വരും. ഓ എങ്കിലത് അറിഞ്ഞിട്ടേ ഞങ്ങളും പോകുന്നുള്ളൂ. കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പടമാണ്. പിന്നെ മുതിർന്നവർക്കും കാണാം. 3D നല്ല എഫക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷ ഇല്ലാതെ പലരും ഈ സിനിമയെ ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ആസ് എ ഡയറക്ടർ മോഹൻലാൽ ജയിച്ചു എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മുടെ അണ്ണന് ഏത് കച്ചവടം വഴങ്ങുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. ഇതിലെ ശരിക്കും സീരിയസ്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആത്മീയത എന്താണെന്ന് നമ്മൾ മനസ്സിലാവും. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. അതായത് ഞാനും ഇപ്പോൾ ബ്രോയുമായിട്ടുള്ള ഒരു മുൻകാലമായിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആത്മീയ ബന്ധം, ആ ഒരു ആത്മബന്ധമാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പറ്റൂലേ കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? നമ്മളെല്ലാരും കണ്ടിരിക്കേണ്ട പടം ഇല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. അപ്പൊ വന്താൻ തലവരവ ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക് ബെരഷ്. ഞാൻ ബെരഷ്. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് പേഴ്സണലി ഭയങ്കര അസഹനീയമായിരുന്നു. ഉറപ്പിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ 35 മിനിറ്റുള്ളൊരു സിനിമ കണ്ടു തീർക്കാൻ പെട്ട പാട്. എന്താടാ പിന്നെ? അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ. ഇത് ലാലേട്ടൻ മേക്ക് ചെയ്തിരിക്കുന്ന പരിപാടികളൊക്കെ മൊത്തത്തിലൊരു ഒരു തനി നാടക സെറ്റപ്പ്. കള്ളപ്പന്നി. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് ആഗ്രഹമാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എല്ലാ ആളുകളും ഒരു ജന്മയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം. പക്ഷെ അദ്ദേഹത്തിന് വൃത്തിക്കറിയുന്ന പണിയായിട്ടുള്ള അഭിനയത്തിനപ്പുറത്തേക്ക് ഇദ്ദേഹം അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരിക്കലും ഒരു കാര്യം പൂർണ്ണതയിൽ എത്തിയായിട്ട് കംപ്ലീറ്റ് ആക്ടറാണ്, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പൂർണ്ണതയിൽ എത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ സംവിധായകൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് സിനിമ എന്ന്. അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് സിനിമയെങ്കിൽ അദ്ദേഹത്തിന് കണ്ണടച്ച് വീട്ടിലിരുന്ന് കണ്ടാൽ പോരെ? എന്തിന് നമ്മുടെ പൈസ വാങ്ങി അദ്ദേഹത്തിൻ്റെ സ്വപ്നം നമ്മ കാണുന്നു? സിനിമ എന്ന നിലയ്ക്ക് അതിനിപ്പോൾ കുട്ടികളെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയവരുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഏലിയൻസിനുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എനിക്ക് പേഴ്സണലി ഇത് അസഹനീയം പല സ്ഥലത്തും ടോർച്ചറിങ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്.